ഹായ് ഹലോ നമസ്കാരം ബ്രേക്ക് ത്രൂയിലേക്ക് സ്വാഗതം. ശരിയാണ്, ഈ ഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പക്ഷെ അത്രയും മോശമായിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളതല്ല. എനിക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ആരെങ്കിലും മരിക്കുന്നതൊക്കെ എനിക്ക് ആദ്യം ഞാൻ സ്വപ്നം കാണും. നേരത്തെ കാണുമോ? എനിക്ക് പ്രേതാവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനായിരുന്നു അവിടുത്തെ ഒഫീഷ്യൽ പ്രേതം. ഞാൻ മറ്റേ കണ്ണൊക്കെ എഴുതി. അത് കൊള്ളാം. ഞാൻ ഇന്ത്യയിലും കൂടി പറഞ്ഞല്ലേ. എങ്ങ പോകണ്ട. അതെന്താ? ഞാൻ കൂടി പോയാല് പോകണ്ടാന്ന്. എന്താ ഞാൻ കൂടി പോയാല്? അടുത്ത ഡയലോഗ് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പ്രേതങ്ങളുടെ പാട്ട് എന്താണ് അങ്ങനെ നീളായെന്നൊക്കെ വരുന്നത്? അങ്ങനെ ഉണ്ടോ സത്യത്തില്? അവരൊരു നേളായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണോ നീളായെന്നുള്ള പാട്ട്? ആയിരിക്കും. ലവബിൾ ആണോ? ഞാനോ? ആ, അത്യാവശ്യം. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. എല്ലാവർക്കും സ്നേഹം കാണും, ഇഷ്ടം കാണും, പ്രേമം കാണും. ഏതിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പ്രണയം? എനിക്ക് ഭക്ഷണത്തിനോട്. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മളെ സീരിയൽ വിശേഷങ്ങളാണ് കൂടുതലായിട്ട് എടുക്കുന്നത്, സീരിയൽ താരങ്ങളാണ് എടുക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ എന്നോടൊപ്പം ഉള്ളത് 2019 നമ്മുടെ വിനയൻ സാർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആകാശഗംഗ 2 അതിനകത്ത് ടിക്ടോക്കിലൂടെ വൈറലൊരു താരം അതിൽ നായികയായിട്ട് വന്നു. ആ നായിക ഇപ്പോൾ വല്യേട്ടൻ എന്ന സീരിയലിൽ നായികയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത്. മറ്റാരുമല്ല, വീണ. വീണ നമസ്കാരം, സ്വാഗതം. താങ്ക് യു. വീണ, ആദ്യം നമുക്ക് 2019 ആ കഥയിലേക്ക് തന്നെ പോകാം അല്ലേ? ഈ ആകാശഗംഗ 1 എന്ന് പറയുന്നത് ഏറ്റവും, അതായത് ദിവ്യാണി ചേച്ചി ഏറ്റവും കൂടുതൽ നന്നായിട്ട് അഭിനയിച്ച് ഒരു ഇല്യൂഷൻ പോലെ ഒരു പ്രേതം ദേഹത്ത് കൂടിയിട്ട് കാണിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ അതിൽ കണ്ടത്. ഈ ആകാശഗംഗ 2 ഇങ്ങനെ ഒരു വേഷം കിട്ടിയപ്പോൾ നമ്മൾ ഓൾറെഡി ബിഹൈൻഡ് ദ ക്യാമറയിൽ സംസാരിച്ചു. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇതിലേക്ക് പോയതും, അച്ഛനുമായിട്ട് പോയി. ഇൻസ്റ്റാഗ്രാം അല്ല, ടിക്ടോക്കിലൂടെ. ഓക്കെ, അപ്പം അത് അതിലേക്ക് വരുമല്ലോ. അപ്പൊ ടിക്ടോക്ക് അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടു വിളിച്ചപ്പോ ആദ്യം അവിടെ ചെന്ന് അച്ഛനായിട്ട് പോയപ്പോ ആദ്യം ചെയ്യിച്ച സീൻ എന്താണ്? സീൻ തന്നെ, അതായത് അത് അഭിനയിച്ച് കാണിക്കുക. അത് എനിക്ക് സാറ്, വിനയൻ സാർ ആക്ച്വലി ലാപ്ടോപ്പില് പുള്ളി കുറെ പേരെ ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണിച്ചു തന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഇതിന് ഇവരാർക്കും ഒരു കുഴപ്പമില്ലല്ലോ, ഐ മീൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എടുത്തില്ല? അപ്പൊ എനിക്ക് തീരെ പ്രതീക്ഷ അപ്പൊ എനിക്ക് തീരെ പ്രതീക്ഷയില്ല. സാർ ഓൾറെഡി അവരാരും എടുത്തില്ല. അപ്പൊ പിന്നെ എന്തായാലും ഞാൻ അച്ഛനോട് പറഞ്ഞത് ചിലപ്പം ഇല്ല, നമുക്ക് പച്ചമന്റെ കുഴപ്പമില്ല, നിനക്ക് വരണമെന്ന് നീ പറഞ്ഞു, കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യിപ്പിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ വന്നപ്പോ തന്നെ ഓക്കെ, അപ്പം ഈ ഡേറ്റിന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ തിരിച്ചു പോയി. ഇത് എന്ത് സീനാണ്? അതായത് ഒരു സീൻ പറഞ്ഞു തന്നു സാറ്. ആ സീൻ ഓർമ്മയുണ്ട്? എന്താണ് പറഞ്ഞു? പ്രേതം കയറിയതാന്നുള്ളത്. അത് എങ്ങനെയുള്ള എക്സ്പ്രഷൻ ആണ് ചെയ്യാൻ പറഞ്ഞത്? അത് ആക്ച്വലി ഫുൾ ഇമോഷണലി കരഞ്ഞ്, മറ്റേ ബാധ കയറുന്നത് എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. വിനയൻ സാറിന്റെ മോനാണ് അതിൽ, വിഷ്ണു ചേട്ടനാണ് എൻ്റെ പേരായിട്ടുണ്ടായിരുന്നത്. പുള്ളി അറിയുന്നതാണെന്ന് തോന്നുന്നു ആ സീൻ. അതായിരുന്നു തോന്നുന്നു എടുത്തത്. പുള്ളി വന്ന് പുള്ളി കാണുന്നതാണ്. അങ്ങനെയാണല്ലേ? അതാണ് സംഭവം. അല്ല, ഞാൻ ചോദിക്കാൻ വന്ന വേറൊരു കാര്യങ്ങളുണ്ട്. നമുക്കത് ലാസ്റ്റ് ചെയ്യണം. അത് നമുക്ക് ഞാനും കാണും. അല്ല, അതിനകത്ത് ആകാശഗംഗ നമുക്ക് വേണ്ട, വേറെ സീക്വൻസ് നമുക്ക് ചെയ്യാം. ഈ സീരിയലിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ വല്യേട്ടൻ ഇപ്പോൾ സ്റ്റാർട്ടിങ് ബിഗിനിങ് സ്റ്റേജാണ്, പക്ഷേ എപ്പിസോഡ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്കൊന്നൊരു ബിഗ്, അതായത് ഏറ്റവും വലിയ ഒരു ക്രൂവിലൂടെയാണ് ചെയ്യുന്നതെന്നും ഞാൻ കേട്ടു. കാര്യം അത് ഓൾറെഡി ടെലികാസ്റ്റ് ആയിട്ടില്ല, അവൻ പോകുന്നേ ഉള്ളൂ. ഹൗ ഡു ഫീൽ? എങ്ങനെയാണ് ഓൺ ഗോയിങ്? എങ്ങനെയാണ്? വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ സീരിയലാണ്. ഞാൻ സീരിയലിലോട്ട് വരുന്നത് ഗൗരി ശങ്കരം എന്നുള്ളൊരു സീരിയലിലൂടെയാണ്. അതിൽ ഗൗരി എന്നൊരു കഥാപാത്രത്തിലൂടെയാണ് ഞാൻ വരുന്നത്. കൃഷ്ണൻ സേതുകുമാർ സാറാണ് എന്നെ സെലക്ട് ചെയ്തത്. അത് ഏഷ്യാനെറ്റിൽ. അപ്പം അത് കഴിഞ്ഞതിപ്പോൾ ഒരു 3ാമത്തെ സീരിയലാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു രണ്ടാമത്തെ ഫ്ലവേഴ്സിൽ പഞ്ചാഗ്നി എന്ന് പറഞ്ഞ സീരിയലാണ്. മനോജ് സാർ ഡയറക്ട് ചെയ്തത്. മനോജ് സാറാണ് എന്നെ അതിൽ വിളിച്ചത്. അപ്പം അതും നല്ല രീതിയിൽ പോയിട്ടുള്ള ഒരു സീരിയലായിരുന്നു. ഇത് 3ാമത്തെ സീരിയൽ. അപ്പം കിച്ചുചേട്ടൻ, പഞ്ചാഗ്നിയിലെ കിച്ചുചേട്ടൻ തന്നെയായിരുന്നു എൻ്റെ ഹീറോ ആയിട്ട് അഭിനയിച്ചത്. പുള്ളിയാണ് ഇതിലും ഹീറോ. അപ്പോൾ ആ ഒരു ഇതിൽ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ബാക്കി പേരെ എനിക്കറിയില്ല. കിച്ചുചേട്ടൻ്റെ സിസ്റ്റേഴ്സ് ആയിട്ട് 5 പേരുണ്ട്. അവരാരെയും എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ശൈലജാമ്മ എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന, അവര് ഗൗരിശങ്കരത്തിലും എൻ്റെ അമ്മയായിട്ടായിരുന്നു. പഞ്ചാഗ്നിയിലും ഞാൻ അമ്മയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്.
പിന്നെ ഇതിപ്പം മൂന്നാമത്തെ തവണയാണ് എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ മഹേഷ് സാറാണ് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ ശരിക്കും അച്ഛൻ തന്നെയാണ് വിളിക്കുന്നത്. കാരണം അത്രയും സ്നേഹമുള്ള, നല്ലോണം എന്താ പറയുക, നല്ല കോപ്പറേറ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന. അതെ. പിന്നെ പറയാനുള്ളത് ഡയറക്ടർ സാറ് ബിനു സാറിന്റെ മറ്റേ ഞാൻ ഫാനായിരുന്നു പുള്ളിയുടെ. മഴതോരും മുമ്പ് ഏഷ്യനെറ്റിലെ സീരിയലില് ഷോർട്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പറയുന്ന പോലെ ഓരോ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമൊക്കെ സാറ് മറ്റേ റീടേക്ക് ഒക്കെ പോകുമ്പോൾ ഞാൻ സാറോട്, സാർ എന്തെങ്കിലും കുഴപ്പമുണ്ട് സാർ അഭിനയിക്കുന്നത് ശരിയല്ല. അപ്പോൾ സാർ പറയും, ഞാൻ റീടേക്ക് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. സാറിൻ്റെ ഡയലോഗാണത്. അപ്പോൾ സാറിൻ്റെ സീൻസിലൊരു വിശ്വാസമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ആകാശാങ്ക 2-ൽ അഭിനയിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പല കാര്യങ്ങൾ നമ്മൾ ഡെഡിക്കേഷൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരാളുടെ ശരീരത്തേക്ക് ഒരു പ്രേതബാധ എന്ന് തന്നെ പറയാം. അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവര് എല്ലാം ഒരു ഇല്യൂഷൻ ആണല്ലോ. അത് അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ എങ്ങനെ അത് പ്ലേസ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി അത് പഠിച്ചിട്ട് വേണം പോകാൻ പറ്റുള്ളൂ. ഇപ്പോ ഇങ്ങനൊരു സിനിമയാണെന്ന് അറിഞ്ഞു കാണത്തില്ല അല്ലേ? അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു കഥാപാത്രമാണോ ചെയ്യാൻ പോകുന്നോ അങ്ങനെ അറിഞ്ഞിട്ടാണോ പോയത്? അതായത് അല്ല, അങ്ങനെ ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഇവരെ മോളായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് അറിഞ്ഞു. പക്ഷേ കഥാപാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് മറ്റേ ഈ ഞങ്ങളുടെ പിള്ളേരൊക്കെ ചെറുതായിരിക്കുമ്പോൾ കളിക്കുമ്പോൾ ഒക്കെ എനിക്ക് പ്രേതാവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനായിരുന്നു അവിടുത്തെ ഒഫീഷ്യൽ പ്രേതം. ഞാൻ മറ്റേ കണ്ണൊക്കെ എഴുതി അങ്ങനെ ഓടിപ്പോയി പേടിപ്പിച്ച്. അപ്പൊ അവര് ഈ പടം വന്നപ്പോ തന്നെ അവർ പറഞ്ഞു, നിനക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ കിട്ടിയതെന്ന്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ചെറുപ്പം മുതൽ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ക്രേസാണ്. ഈ കടമുറ്റത്തെ കർത്തനാറും അതേപോലെ കല്യങ്കാട്ട് നീലി ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനോടുള്ള ഒരു ക്രേസും ആവാം. എനിക്ക് അങ്ങനെ പ്രേതമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു ആക്ച്വലി ആ ക്യാരക്ടർ. ഈ എപ്പോഴെങ്കിലും പ്രേതത്തെ യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ടോ നേരിട്ട്? എവിടെങ്കിലും വെച്ച് അങ്ങനെ കണ്ടിട്ടുള്ളതല്ല, എനിക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ പെട്ടെന്ന് എനിക്ക് പറ്റിയില്ലെങ്കിൽ എനിക്കത് ഫീൽ ചെയ്യും. അല്ല, എങ്ങനെ എവിടെയെങ്കിലും നമ്മൾ രാത്രി ഒറ്റയ്ക്ക് റൂമിൽ കിടക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കഥകി തട്ടുന്നതായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടോ ആക്ച്വലി ഒരു പ്രാവശ്യം? വേറെ ഒന്നുമല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും രാവിലെ എണീച്ച് എനിക്ക് 3 മണി ആ സമയത്ത് എണീച്ച് പഠിക്കുന്നതാണ് എനിക്കിഷ്ടം പേഴ്സണലി. എനിക്ക് ആ സമയത്ത് വല്ലതും കയറും തലയിൽ. അപ്പം ഞങ്ങളെല്ലാവരും ഒരു ബെഡ്റൂമിൽ ഒരുമിച്ചാണ് കിടക്കുക. അപ്പം ഞാൻ ഹാളിൽ വന്നിരുന്ന് പഠിക്കുമ്പം അമ്മേനെയും കൂട്ടി വരും. അമ്മ താഴെ കിടന്നുറങ്ങും, ഞാൻ പഠിക്കുമായിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആക്ച്വലി പേടിയുണ്ട്. ലൈറ്റ് എല്ലാം ഇട്ടിട്ട് ഓൺ ചെയ്തിട്ടായിരിക്കും ഞാൻ പഠിക്കുന്നുണ്ടാവാം. അപ്പം ഇതേപോലെ ഞാനിരുന്ന് പഠിക്കുന്ന സമയത്ത് പഠിച്ചൊഴിച്ചാൽ നോക്കുമ്പോൾ അടുക്കളയിൽ അമ്മ നിൽക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് അമ്മ എന്താ ഇവിടെ നിൽക്കണേ, പണിയെടുക്കായിരിക്കും. ബട്ട് ഇങ്ങനെ അമ്മ നിന്നാൽ എന്നെ നോക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പഠിക്കുക. പക്ഷെ ഞാൻ ഒരു 10-15 മിനിറ്റ് നോക്കുമ്പോൾ അമ്മ താഴെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പം കാണുന്നില്ല. ഇല്ല. അത് ആക്ച്വലി അത് അമ്മയായിട്ട് എനിക്ക് തോന്നിയതാവാം, എനിക്കറിയില്ല. ഒരു സ്ത്രീ ഇങ്ങനെ നോക്കി ചിരിച്ച് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ അച്ഛമ്മ ആവാം. എൻ്റെ അച്ഛൻ്റെ അമ്മ നേരത്തെ മരിച്ചതാണ്. അച്ഛൻ 6 വയസ്സുള്ളപ്പൊക്കെ മരിച്ചതാണ്. അപ്പം അച്ഛനൊക്കെ ചില സമയത്ത് അങ്ങനെ കാണാൻ പറ്റും. അച്ഛൻ ഇപ്പോഴും തറവാട്ടിൽ പോയാൽ അച്ഛനെ കാണാൻ വരും. കാരണം അവരൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ അല്ലേ അച്ഛമ്മ മരിച്ചത്. അപ്പോൾ ഈ അച്ഛമ്മയാണോ എന്താണോന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ കാണാൻ വരുവാണെങ്കിൽ നമ്മളെ പേടിപ്പിക്കാൻ വരികയല്ല. അപ്പൊ നമ്മുടെ മൈൻഡ് ആക്ച്വലി അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ സത്യമാണെന്ന് ഇതൊക്കെ കണ്ട ആൾക്കാരെ എന്നെ തെറി വിളിക്കരുത്. അല്ല, ഞാൻ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം. അതിപ്പോ എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. ഞാൻ അന്ന് പനി പിടിച്ച് എനിക്ക് ആകപ്പാട് വയ്യാണ്ട, എനിക്കൊന്നും ഞാൻ 8th-ലോ 9th-ലോ പഠിക്കുന്ന സമയത്താ ഭയങ്കര പ്രശ്നം. ഞാനൊരു പ്രേതത്തിന് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ബൈക്കിൽ. അയ്യോ, ആണോ? സീരിയസ്ലി ഒരു ദിവസം രാത്രിയിൽ ഞാൻ ലിഫ്റ്റ് കൊടുത്തു. ആ കഥ ഇവർക്കെല്ലാം അറിയാം. എനിക്ക് 1-2 ആഴ്ച എനിക്ക് പനിയായിരുന്നു. ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു നോക്കുമ്പോൾ ആളില്ല. അയ്യോ, എനിക്ക് അതേപോലെ ഇപ്പൊ എന്തെങ്കിലും എനിക്ക് ആരെങ്കിലും മരിക്കുന്നതൊക്കെ എനിക്ക് ഞാൻ സ്വപ്നം കാണും. നേരത്തെ കാണും. അപ്പൊ എനിക്കതാ എൻ്റെ മാമൻ മരിച്ച സമയത്തും ഞാൻ ഇതേപോലെ കണ്ട് ഞാൻ ആകെ ബഹളം. ഞാൻ രാവിലെ എണീച്ച് പറഞ്ഞു. അപ്പൊ അവരങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞു കിടന്നുറങ്ങി കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം അങ്ങനെ ഉണ്ടായി. അതങ്ങനെ കുറച്ച് പേരുടെ അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ്. ഞങ്ങള് 3 പേരുണ്ട്. ഇല്ല ഇല്ല, ഇപ്പൊ അങ്ങനെയില്ല. പണ്ട് എനിക്ക് ഭയങ്കര അങ്ങനെ എപ്പോഴും ഉള്ളതെന്നല്ല, ചിലത് മേ ബി. അപ്പൊ അത് തോന്നലാവാം. തീർച്ചയായിട്ടും എല്ലാം ഒരു തോന്നലാണ്. അതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ചിലത് നമ്മൾ ട്രസ്റ്റ്, അതായത് വിശ്വസിക്കുക, അല്ലെങ്കിൽ നമ്മളത് വിശ്വസിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടെന്നുള്ളത്. ഈ കണ്ട കാര്യം ഞാനും ഒരു വിറ്റ്നസ് ആയ ഒരാളാണ്. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബാക്ക് ടു നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരുവാണെങ്കിൽ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടാവാം. എങ്കിലും നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, എവിടെയാണ് ജനിച്ചതൊക്കെ? എവിടെയാണ്? ഞാൻ ബോംബെ തന്നെയാണ് ജനിച്ചത്.
അവിടെ തന്നെയാണ് പഠിച്ചതൊക്കെ. ഞാൻ വർക്കിന് വേണ്ടിയിട്ട് നാട്ടിൽ വരുന്നു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര വർഷം ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട്? ഇപ്പോൾ ഓൾമോസ്റ്റ് 6-7 വർഷമായോ? ഞാൻ 2019 വന്നതാണ് അത് ഫിലിം ഫിലിം ഇൻഡസ്ട്രിയിൽ. സീരിയലിൽ എനിക്ക് ആക്ച്വലി വർഷം ഓർമ്മയില്ല. ഗൗരിശങ്കരത്തിന്റെ സമയത്താണ് ഞാൻ വന്നത്. ഇപ്പൊ 3ാമത്തെ സീരിയൽ അപ്പൊ ആയിട്ടുണ്ടാവും. എനിക്ക് ഇവിടെ ട്രാൻഡ്രം എനിക്ക് തോന്നുന്നു 3.5 വർഷമായി ഞാൻ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മയെ കണ്ടു. അമ്മയാണ് എല്ലായിടത്തും സഞ്ചാരിയായിട്ട് കൂടുതൽ വരുന്നത് അല്ലേ? പടത്തിന്റെ സമയത്ത് അച്ഛനും അമ്മയും രണ്ടുപേരുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഓഫീസും കാര്യങ്ങളൊക്കെ. അല്ല, ഈ ചില സാഹചര്യങ്ങളിൽ ചിലരൊക്കെ പറയും നമുക്ക് സിനിമ വേണ്ട മക്കളെ, നമുക്ക് ശരിയാവില്ല, അത് നമ്മൾ കേൾക്കുന്നതൊക്കെ ഭയങ്കര നെഗറ്റീവാണ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ചില അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കാറുണ്ട്. അഭിനയിക്കാൻ കഴിവുള്ള ടാലൻ്റുള്ള കുട്ടികൾ ഇപ്പോഴും സ്റ്റിൽ വെളിയിൽ നിൽക്കുകയാണ്, ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വന്നിട്ടില്ല ചില കാരണങ്ങളാൽ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ എവിടെന്നെങ്കിലും തന്നിട്ടുണ്ടോ? ശരിയാണ്, ഈ ഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും, പക്ഷെ അത്രയും മോശമായിട്ട് അല്ല, അങ്ങനെ ഇല്ല, ചില ആൾക്കാരുടെ മനസ്സിലായി. അല്ല അതെ, ഉണ്ടായിട്ടുണ്ടാവും അനുഭവം, നമുക്കറിയില്ല. ഇതിപ്പം അങ്ങനെ പറ്റിച്ച് ഫേക്കായിട്ട് കുറെ എന്താ പറയാ ഈ ഓഡീഷൻസ് അങ്ങനെയൊക്കെ നടക്കുന്നതും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എനിക്കറിയില്ല, എനിക്കറിയാത്ത കാര്യം അത് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും. അങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ നോക്കിയും കണ്ടും ചൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുവാണെങ്കിലും ഇപ്പം നല്ല ടീംസും ഉണ്ട്. എനിക്കും കുറെ ആഗ്രഹങ്ങളുണ്ട്. അല്ലെ, ഞാൻ പടം അങ്ങനെ ഞാൻ അത്രയും വലിയ ഇതായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ വിനയൻ സാറിന്റെ പടം ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ആ സമയത്ത് വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടുമില്ല. കാരണം വിനയൻ സാറിന്റെ ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ ഡിഗ്രി ബ്രേക്ക് ആയിട്ടാണ് ഞാൻ അവിടെ പോയത്. ഞാൻ അഗ്രിമെന്റ് സൈൻ ചെയ്ത ഡേറ്റ് തന്നെ എൻ്റെ എക്സാംസ് ഡേറ്റും ഒരുമിച്ചായിരുന്നു. ഇലക്ഷൻ കാരണം എല്ലാം. അപ്പം എനിക്ക് ഡ്രോപ്പായി. ഞാൻ ഡ്രോപ്പ് എടുത്ത് പിന്നെ ഞാൻ പോയി ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അതിനോടുള്ള ടച്ച് വിട്ടു. പിന്നെയും പോയി കഴിഞ്ഞത് പിന്നെയും ബ്രേക്ക് ആയനെ. അപ്പൊ എന്തായാലും അപ്പൊ എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, നല്ല നല്ല പടം ചെയ്യണമെന്നും ഇനി വന്നാൽ ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. വരട്ടെ എന്ന് വിശ്വസിക്കും. കൊടുക്കാം. കൂടുതലും ഈ യക്ഷിയുടെ വേഷമാണ് കൂടുതലും. അല്ല, അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ വലിയ വേഷം ചെയ്യണമെന്നില്ല, ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ആൾക്കാർ ഓർമ്മ വയ്ക്കുന്ന ഒരു ക്യാരക്ടർ എന്തായാലും ചെയ്യണം. ഈ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ശോഭന ചേച്ചിയുടെ ആക്ടിങ് നമുക്ക് ഇപ്പം നോക്കിയാലും അത് ഒരിക്കലും മറക്കത്തില്ല. കാര്യം കണ്ടിട്ടുള്ളവരൊക്കെ ഒരിക്കലും മറക്കത്തില്ല. ആ ഒരു സിനിമ കണ്ടതിന് ശേഷം അതിന് ഇൻസ്പയർ ആയാണോ ഇങ്ങനെ ഒരു യക്ഷിയുടെ വേഷം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയത്? അതോ യക്ഷികളെ പൊതുവെ ഇഷ്ടമാണോ? പൊതുവെ ഇഷ്ടമാണ്. യക്ഷി അതെന്തുകൊണ്ടോ എനിക്കറിയില്ല. യക്ഷി പ്രേമിയാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത് കേട്ടോ. ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് പടം കാണാൻ, എനിക്ക് പ്രേതപ്പടം കാണാൻ പണ്ടേ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പം. പേടിയാണ് കേട്ടോ, അങ്ങനെ ഭയങ്കര ധൈര്യശാലി തന്നെ. ഞാൻ ആദ്യം തന്നെ പേടിച്ച് കണ്ണൂത്തേക്ക് ഇരിക്കും. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമാണ് പടങ്ങൾ. ശരി, ഞാനൊരു സെഗ്മെന്റിലേക്ക് പോകാൻ പോവാണ്. മണിച്ചിത്രത്താഴ് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലിക്ക് ആവരണം എടുക്കാവുന്ന സീക്വൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അയ്യോ, അതൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ ഡയലോഗ് പറഞ്ഞുതരാം. ഞാൻ സുരേഷ് ഗോപിയാവും, ഞാൻ കൂടെ പോവാം, കുഴപ്പമില്ല. അപ്പം ഗംഗ ഇപ്പൊ എവിടെ പോകും ചോദിക്കും. അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നു. അതുകൊള്ളാം, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലേ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നു. അപ്പൊ ഗംഗ ഇപ്പൊ പോകട്ടെ. അതെന്താണ് ഞാൻ പോകണ്ടാത്ത? ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നല്ലേ പോകണമെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട, എന്നെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നീ എന്നെ വിടമാട്ടെ, നീ എന്നെ എங்கே പോക വിടമാട്ടെ, ഇങ്ങിருந்து എங்கേയും പോകാൻ വിടമാട്ടെ. ജസ്റ്റ് നമുക്ക് ഫണ്ണാക്കി നോക്കാം. ഇതൊക്കെ അല്ല, ഫണ്ണിലല്ല, അവിടെ രൂക്ഷഭാവം പറഞ്ഞു. ഞാൻ സുരേഷ് ഏട്ടനാവാം. നോക്കാം, നമ്മളെ ക്ലാപ്പ് ചെയ്തു അപ്പോഴാ ചേഞ്ച് വരും. അതാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ചിരിക്കും, കുട്ടി ചിരിക്കും. നീ അവിടെ ശരി, നമുക്കൊന്ന് പോവാം. റെഡി? നമ്മള് ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കില്ല. എനിക്കിപ്പോ ഇത് ചെയ്യാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യും. ചേച്ചിയുടെ അത്രയും പറ്റത്തില്ല. അല്ല, അങ്ങനെയല്ല, എനിക്ക് സൈഡിൽ പോലും പോവാൻ പറ്റില്ല. നമുക്ക് നോക്കാം, സൈഡാണോ ഫ്രണ്ടാണോ ബാക്കാണോ നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് താണ്ട ഇപ്പൊ നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോണ് മണിച്ചിത്രത്താഴിലെ അതാ അല്ലി അല്ല നാഗവല്ലി നകുലേട്ടൻ. അപ്പൊ നോക്കാം. ശരി, 3, 2, 1 ഓക്കെ, സ്റ്റാർട്ട്. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നു. ഗംഗ ഇപ്പൊ പോകണ്ട. അത് കൊള്ളാം, ഞാൻ ഇന്ത്യയിലും കൂടി പറഞ്ഞല്ലേ. ഗംഗ പോകണ്ട. അതെന്താ? ഞാൻ കൂടി പോയാല്? പോകണ്ടാന്ന്. എന്താ ഞാൻ കൂടി പോയാല്? അടുത്ത ഡയലോഗ് ഇല്ലല്ല, ഞാൻ പറയത്തില്ല. അപ്പോഴേ തന്നെ മൂവ് ചെയ്ത് മാറുക. പിന്നെ എപ്പോഴും ശരി, പോകണ്ട, ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു. ശരി, തമിഴ് വരട്ടെ. തമിഴ് വരട്ടെ. വേണ്ട, തമിഴ് വരട്ടെ. വേണ്ട പ്ലീസ്, എനിക്ക് തമിഴ് അറിഞ്ഞും കൂടി കൂടാ. തമിഴ് വരട്ടെ, ഞാൻ പറഞ്ഞുതരാം. അയോഗ്യ നായേ, ഇന്നേക്ക് ദുർഗാഷ്ടമി,
ഉന്ന നാ കൊന്ന് ഓരത്തത്തെ കുടിച്ച് ഓങ്കാരം നടന്നു വേണ്ട വേണ്ട പ്ലീസ്. അപ്പൊ ഞാൻ ഗംഗയെന്ന് വിളിക്കും. ശരി, ഞാൻ അതിന്റെ ഡയലോഗ് ഇട്ടറട്ടെ. ചെയ്യോ? അപ്പൊ നമ്മളൊന്ന് ആ ഒരു ചെറിയൊരു സീക്വൻസ് ചെയ്യാൻ പോവാണ്. കരയുന്നത് ഇത് മാത്രം, ഇത് സ്കിപ്പ് ചെയ്ത് പോവാ പ്ലീസ്. ആരും ഇത് കാണരുത്, കാരണം അത് എനിക്ക് ചിരി വന്നിട്ട് ഞാനിത് എങ്ങനെ ചെയ്യും. അപ്പൊ എന്റെ റിക്വസ്റ്റ് ഉണ്ട്, ഇത് നിങ്ങൾ ഇത് മാത്രം കട്ട് ചെയ്ത് നിങ്ങൾ പല ചാനലിലേക്ക് ഇടട്ടെ. ആരും ഇടരുത്, ട്രോൾ ചെയ്ത് കൊല്ലരുത് പ്ലീസ്. അപ്പൊ ഞാൻ ആ ചേച്ചി ശോഭന ചേച്ചി ആ തമിഴിലെ ഡയലോഗ് പറയുന്നതാണ് ഇപ്പൊ ഇടാൻ പോകുന്നത്. അത് മാത്രോ? അങ്ങനെയല്ല, ഫുൾ ഇടുവാണെങ്കിൽ ഫുൾ ഇടണം. അല്ല, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇപ്പൊ എടുത്തിരിക്കുന്നത് അതാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗംഗ ഇപ്പൊ പോകണ്ടെന്നൊക്കെ എക്സ്പ്രഷൻ ഉണ്ട്. ലാസ്റ്റ് ഗംഗ ഞാൻ വിളിക്കും. ഓക്കെ, അപ്പം 3, 2, 1. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்டே? എനിക്ക് മുഖത്തല്ലേ നോക്കാൻ പറ്റൂ. உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி. உன்னை நான் கொன்னு உன் ரத்தத்தை குடிச்சு ഇല്ല, ഇത് സത്യം പറഞ്ഞ എക്സ്പ്രഷൻ വന്നതാട്ടോ സീരിയസ്ലി. അല്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്രഷൻ വന്നതാട്ടോ, സീരിയസ്ലി വന്നതാണ്. പക്ഷെ അടിപൊളി കേട്ടോ, താങ്ക് യു കേട്ടോ. എന്ന് വെച്ചാൽ പറയാൻ കാരണം എന്താ പറയുക, ആ കണ്ണില്ലേ, കണ്ണിൽ കുറച്ച് കണ്ണീര് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് ആ സ്റ്റാർട്ടിങ്ങിൽ നല്ല എക്സ്പ്രഷൻ വന്നേ. നമുക്കിത് ലാസ്റ്റ് നിന്നോണ്ടൊന്ന് ചെയ്യാം, നല്ലതായിരിക്കും. പിന്നെ കല്യാങ്കാട്ട് നീലി ഇഷ്ടമാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പ്രേതങ്ങളുടെ പാട്ട് എന്താണ് അങ്ങനെ നീഴലായെന്നൊക്കെ വരുന്നത്, അങ്ങനെ ഉണ്ടോ സത്യത്തില്? അവരൊരു നേളായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണോ നീളായിട്ടുള്ള പാട്ട്? ആയിരിക്കും. കറക്റ്റ് ആൻസർ ആട്ടോ, അത് കറക്റ്റാ. അല്ല, എന്തായാലും വളരെ സന്തോഷം. നമുക്ക് ഈ എന്താണ് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന സാധനം ഓൺ സ്പോട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് കലാകാരൻ ഏറ്റവും വലിയൊരു കാര്യം. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് തെറ്റുവോ നെഗറ്റീവോ പോസിറ്റീവോ അതൊന്നും അല്ല. ഇതിപ്പോ വരും നെഗറ്റീവ്. അല്ല, അവിടെ അല്ല വരുന്നത്, എനിക്കാ വരുന്നത്. ഇത് ഏതാ ഈ വേട്ടവളി എന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഗൈസ്, ഇത് ഞാൻ ചുമ്മാ ഒരു ആക്ട്. അരുതബു ഞാൻ പറഞ്ഞു. അരുതബു, അതെ, ഞാൻ കണ്ടില്ല പടം. പുതിയ വാക്ക് അരുതബു എന്ന് പറഞ്ഞു. ശരി, ഈ സിനിമകളിലേക്ക് വരുമ്പം ഈ പ്രേത സിനിമ അല്ലാതെ ഏറ്റവും എന്താണ് ഇഷ്ടപ്പെടുന്ന സിനിമകളിൽ ലവബിൾ ആണോ, കെയറിംഗ് ആണോ, അതിന് ആക്ഷൻ ആണോ, അതോ അല്ലെങ്കിൽ എങ്ങനെയുള്ള മൂവീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാം ഇഷ്ടമാണ്. ലവബിളും ഇഷ്ടമാണ്. ലവബിൾ ആണോ? ഞാനോ? ആ, അത്യാവശ്യം. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, എല്ലാവർക്കും സ്നേഹം കാണും, ഇഷ്ടം കാണും, പ്രേമം കാണും. ഏതിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പ്രണയം. പ്രണയം എന്തിനോടാണ് പ്രണയം? എനിക്ക് ഭക്ഷണത്തിനോട്. അതെന്താ ഫുഡ് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഓക്കെ, അത് ഏത് ഭക്ഷണം ചോദിക്കാൻ മറന്നുപോയി ചോദ്യം. അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. സത്യത്തിൽ ഞാൻ പറയാൻ വരുന്നത്, എനിക്ക് ബോംബെയിലുള്ള ചുള്ളനായിട്ട് പയ്യനായിട്ടാണ് പ്രണയം എന്നാണ് ഞാൻ പറയാൻ. കല്യാണം കഴിഞ്ഞു ഗൈസ്, എനിക്ക് എന്റെ ഭർത്താവിനോടാണ് പറയാൻ. അത് ഞാൻ ചോദിക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന, സീരിയലിനെ ബാധിക്കുന്ന ചോദിക്കേണ്ട വിചാരിച്ചു. ഞാൻ അല്ല ചോദിച്ചത്, സീരിയലിനെ ബാധിക്കേണ്ട ആവശ്യം ഇല്ല. അതിനകത്ത് കല്യാണം കഴിഞ്ഞ ഇത് തന്നെയാണോ ഈ സീരിയലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കേണ്ടത് വിചാരിച്ചത്. സീരിയലിൽ കല്യാണം കഴിയാത്തോണ്ട് ഇതിവിടെ ചോദിക്കുന്നതിൽ എന്താണ്? അല്ല, ചിലർ ഒഫീഷ്യൽ ലൈഫിൽ ചിലപ്പോൾ പറയും അത് ചിലപ്പോൾ ബാധിക്കും, അതുകൊണ്ട് അത് വേണ്ട, കട്ട് ചെയ്യണം. കുട്ടികൾ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് എന്താ? ഡെലോയിറ്റിൽ വർക്ക് ചെയ്യാണ് ഹസ്ബൻഡ്. അതെ, എത്ര വർഷമായി? ഇപ്പൊ 1 വർഷമാവുന്നല്ലേ കല്യാണം കഴിച്ചു? സ്നേഹിച്ച് കല്യാണം കഴിച്ചാണോ? അതാ ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ പ്രണയം ഒന്ന് പറയാമെന്ന് കേൾക്കട്ടെ ഒരു എങ്കിലും. കാര്യം സ്നേഹിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല, പ്രണയം ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് മ്യൂച്വലി കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കണ്ടപ്പോ തന്നെ പുള്ളിക്ക് കല്യാണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ആദ്യം തന്നെ? അതെ, ആദ്യം കുറച്ച് മീൻസ് സംസാരിച്ചു. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. പിന്നെ പെട്ടെന്ന് ഞാൻ ഇല്ലാന്ന് തന്നെ പറഞ്ഞു. കാരണം ആ സമയത്ത് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല കല്യാണം എന്നുള്ള. കല്യാണമല്ല, പിന്നെ ആ സമയത്ത് ഒന്നാമത് ഈ ഷൂട്ടും കാര്യങ്ങളായിട്ട് ഞാൻ തിരക്കാം. അപ്പൊ ഒരു റിലേഷൻ, കല്യാണം, അതിനൊന്നും തീരെ
എക്സ്പെക്ട് ചെയ്തിട്ട് അല്ല, ഞാൻ അതൊന്നും ആ ഒരു ക്വസ്റ്റ്യനും പ്രതീക്ഷിച്ചില്ല, ഒരു അപ്രോച്ചും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ സ്വാഭാവികമായിട്ട് എനിക്കും ഇഷ്ടമായി തുടങ്ങി. അപ്പൊ അങ്ങനെ കുറച്ച് ഞങ്ങൾ റിലേഷൻഷിപ്പ്. ഏത് ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടത്? എനിക്കോ? കെയറിംഗ് ആണോ അതോ ഭക്ഷണം വാങ്ങിച്ചു തരുന്നതാണോ? ഭക്ഷണത്തിലല്ല, അവൻ ഭയങ്കര ജിംറാട്ടാ. അത് എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആള്. ഞാൻ അങ്ങനെയല്ല. ഞാൻ ആക്ച്വലി എന്താ പറയാ, എനിക്ക് ഫുഡ് ഇങ്ങനെ കാണുമ്പോ എനിക്ക് ആഹാന കൃഷ്ണല്ലേ, എനിക്ക് പുള്ളിക്കാരുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എനിക്ക് എന്നെ പോലെ തോന്നും. അയ്യോ കാണാനല്ല കേട്ടോ പുള്ളിക്കാരി സുന്ദരി, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. അത് പറഞ്ഞ എനിക്ക് എന്തോരു ആസ്വദിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയോ അത് കണ്ടോണ്ടിരിക്കാൻ. ഞാൻ അത് കണ്ട് കഴിക്കും. എനിക്കിപ്പം വീട്ടുകാരും പറയുന്നത് എനിക്ക് അത് ഫുള്ള് കഴിക്കൊന്നുമില്ല ഭക്ഷണം. എനിക്ക് പക്ഷെ അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അപ്പൊ എങ്കിൽ പോലും ഹസ്ബൻഡ് പറയാറില്ലേ കുറച്ച് ഫുഡ് അതേ പറയാറുള്ളൂ. ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ, ഇപ്പൊ ഒരു അരമണിക്കൂർ മുന്നേ പോലും വിളിച്ചിട്ട് നീ വർക്ക്ഔട്ട് ചെയ്തോ എന്ന് പറയും. പുള്ളി അതിന്റെ ആളാണോ, ജിമ്മിന്റെ ആളാണോ? ഇപ്പം എങ്ങനെയുണ്ട്, ലൈഫൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ ഷൂട്ടിന് വരുമ്പം സാധാരണ ഹസ്ബൻഡ് വരാറുണ്ട്. ഹസ്ബൻഡിനെ അങ്ങനെ ക്യാമറയിൽ കാണിച്ചിട്ടുണ്ടോ? ഞങ്ങൾ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. ഉണ്ടോ? ഒന്ന് കാണിക്കോ നോക്കട്ടെ. ഹസ്ബൻഡിനെ നോക്കട്ടെ. നമുക്കൊന്ന് എന്തായാലും ഇന്റർവ്യൂവിൽ കൊണ്ടിരുത്താൻ പറ്റില്ല. എങ്കിൽ പോലും ഞാനൊന്ന് ജസ്റ്റ് നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ എന്താണ് വീണയുടെ ഹസ്ബൻഡിനെ നമുക്കൊന്ന് കാണാം. റീൽസൊക്കെ കിടപ്പുണ്ടല്ലേ? ഇതാണല്ലേ വൈഷ്ണവ് അല്ലേ? ഓക്കെ. ഇതാണ് കേട്ടോ ആള്. കല്യാണമൊക്കെ നാട്ടിലായിരുന്നോ കഴിഞ്ഞത്? ആണല്ലേ? ഓക്കെ. ഇതാണ് ആള്. കൊള്ളാം. ആള് നല്ല സൈസത്തൊരാള് തന്നെ അല്ലേ? ഒരു ജിമ്മനെ തന്നെ. പക്ഷെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ നിങ്ങൾ ഫ്രണ്ട്സിന് ഇടയ്ക്ക് പെൺകുട്ടികൾ വേറെ ഉണ്ടായിരിക്കുമല്ലോ, അവർക്കൊന്നും ഒരു ക്രഷോ അല്ലെങ്കിൽ ഇഷ്ടമൊന്നും ഇത്തരത്തിനോട് തോന്നിയിട്ടില്ലേ? ഉണ്ടെന്ന് തോന്നുമല്ലോ, അത് അറിയാൻ തോന്നുന്നല്ലോ. അല്ലല്ല, അത്രയും ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ മ്യൂച്വൽ ആയിട്ട്. എനിക്കൊന്നും ഹാർഡ്ലി 1-2 പേര് മാത്രം. അവനെ ഇഷ്ടമോ അത് ഉണ്ടാവുമായിരിക്കും, അവന് അപ്രോച്ച് ചെയ്ത ആൾക്കാരുണ്ടാവുമായിരിക്കും. വീണൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ? അല്ലെങ്കിലും സിൻസിയറായിട്ട് സ്നേഹിച്ച ആരെങ്കിലും ഉണ്ടായിരുന്നു ഇതിന് മുന്നേ, കല്യാണത്തിന് മുന്നേ? പറഞ്ഞോ, പറയണമെന്നുണ്ട് എങ്കിലും പോട്ടെ, കുഴപ്പമില്ല. എങ്കിലും നമ്മൾ ഈ പല സ്ഥലത്തു നിന്ന് വന്ന് പലരുമായിട്ട് നമ്മൾ യോജിച്ച് നിൽക്കുമ്പോൾ ചിലർക്ക് തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ സംസാരത്തിലെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ തന്നെ ഈ ലൊക്കേഷനിൽ പോയപ്പോൾ എല്ലാവരും അറിയത്തില്ല, കൂടെ നിൽക്കുന്ന 4 പേരെ അറിയത്തില്ല. ഇപ്പം അതും സ്ത്രീകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ കുശുമ്പുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. എല്ലാവരും പറഞ്ഞ് അല്ലാട്ടോ എന്നെ പൊങ്കാലേക്ക് ഇടുന്നത്. എങ്കിൽ പോലും അവിടെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു നായികയാണ് അല്ലെങ്കിൽ അവള് നായികയുടെ ഒരു പവറിലിരിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ടോ? കേൾക്കുക അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഞാൻ അങ്ങനെ നായികയാണ് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല. ഞാൻ ഭയങ്കര ഡോക്റ്റീവാണ്. പക്ഷെ എനിക്ക് കുറച്ച് സമയം എടുക്കും ഞാൻ ആൾക്കാരെ മനസ്സിലാക്കി. പക്ഷെ അതെനിക്ക് മനസ്സിലായി. ഇന്നലെ ഫോണിൽ സംസാരിച്ചുള്ള വീണയല്ല, റൂഡായിട്ട് തോന്നി. സീരിയസ്ലി അല്ല, ജാടയായിട്ട് തോന്നി. ഓ അങ്ങനെ പക്ഷെ അല്ല, എനിക്ക് അങ്ങനെ എന്താ പറയാ, പെട്ടെന്ന് ഞാൻ ഒരാളോട് മിങ്കിളാവുന്ന ഒരു ടൈപ്പല്ല. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. ഞാൻ എക്സ്ട്രീംലി ഒരു എക്സ്ട്രോവേർട്ട് പേഴ്സൺ ആണ്. പക്ഷെ എനിക്ക് കുറച്ച് സമയം എടുക്കും. അല്ല അത് അങ്ങനെയാണല്ലോ. അതപ്പം അങ്ങനെ എന്നെ കുറിച്ച് അങ്ങനെ വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു ഇതില് എല്ലാവരും ഇപ്പം ഞാൻ ഹീറോയിനാണ്, ശരിയാണ്, ഹീറോയിന് കുറച്ച് പ്രാധാന്യം ക്യാരക്ടേഴ്സ് സീരിയലിൽ എന്തായാലും അവരുടെ ക്യാരക്ടേഴ്സ് ആയിരിക്കും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സീരിയലിൽ ഉണ്ടാവുക. പക്ഷെ അത് സംബന്ധിച്ച് ഇപ്പം ബാക്കിയുള്ളവരില്ലെങ്കിൽ ഞങ്ങൾ മാത്രം വെച്ച് കഴിഞ്ഞാൽ സീരിയൽ പോവോ? ഇല്ലല്ലോ. അപ്പം എല്ലാവരും അതിൻ്റെ ഒരു നെടുന്തൂണാണല്ലോ. അല്ല, ചിലർക്ക് ചില ഒരു റൂമുകളൊക്കെ കൊടുക്കുമ്പോൾ മറ്റ് നടിമാർ അവിടെ വന്നിരിക്കുമ്പോൾ ആ റൂമിൽ ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് തന്ന റൂം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുത്ത റൂം എന്നെ കൂടെ ഷെയർ ചെയ്യാൻ തന്നതാണ്. നമ്മൾ ഈ കൊള്ളാതെ കൊള്ളിച്ച് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇൻഡയറക്റ്റായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള സംസാരങ്ങൾ ചിലയിടത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചില ഇൻ്റർവ്യൂവിൽ എന്നോട് ഒരാൾ കുറച്ചൊരു പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ സീനിയേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും അങ്ങനെ റൂമിൽ ചെന്നിരിക്കുമ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഫേസസിൽ എന്തെങ്കിലും എക്സ്പ്രഷനൊക്കെ വന്നിട്ടുണ്ടോ ബാഡായിട്ട്? അതായത് ഇപ്പം വീണേക്കാളും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അതിനകത്ത്. അപ്പം ഉദാഹരണത്തിന് മഹേഷ് ഏട്ടൻ തന്നെ അതുപോലെ കഥാപാത്രം ചെയ്യുന്ന, ഇപ്പം അമ്മ കഥാപാത്രം ചെയ്യുന്ന, അതാ ചോദിച്ചത്. അപ്പം മറ്റുള്ള ആൾക്കാർ വരുമ്പോഴേ അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമുക്ക് തന്ന റൂമിൽ എന്താ ഇവർ വന്നിരിക്കുന്നതെന്ന്?
ഇല്ല, പക്ഷെ അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല വേറെ ആർട്ടിസ്റ്റ് വന്നിരിക്കും. പക്ഷെ ചിലപ്പം ചില സമയത്ത് നമുക്ക് ഡിസ്റ്റർബൻസ് ഞാൻ പറഞ്ഞുതരാം എന്താന്ന് വെച്ചാൽ ഇപ്പൊ സീൻ വായിക്കുന്ന സമയത്ത് ഇപ്പം ചില ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് അവര് ബഹളം ഉണ്ടാക്കി നോർമലി ചെയ്യുന്നതല്ല, അത് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളത് പറയുമ്പോൾ ചിലപ്പോൾ റൂഡായിട്ട് തോന്നും, അല്ലെങ്കിൽ അത് അവര് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവര് വായിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സീൻ പറയുന്ന സമയത്ത്, കാരണം നമ്മൾ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ചീത്ത കിട്ടുന്നത് നമുക്കാണ്. സീൻ വായിച്ചില്ലേ എന്നുള്ള ചോദ്യം നമുക്കാണ് വരിക. അപ്പം അത് മനസ്സിലാക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഇപ്പൊ ലേഡീസിന് ഞാൻ സത്യം പറഞ്ഞ ഒരു റൂമൊക്കെ അത്യാവശ്യമാണ്. ഞങ്ങൾക്ക് ഒരു വാഷ്റൂം, ഒരു വൃത്തിയുള്ള വാഷ്റൂം, ഒരു റൂം, ഇതൊക്കെ ഒരു എന്താ പറയാ ഞങ്ങളുടെ ബേസിക് നീഡ്സ് ആണ് ഇതൊക്കെ. അപ്പം അതിപ്പോ ഞാനല്ല വേറൊരു ആർട്ടിസ്റ്റ് ആയാലും അവർക്കും ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്കും അത് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നിട്ട്. പക്ഷെ ആദ്യം ഇപ്പം നമ്മൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മമ്മൂക്കയ്ക്ക് ജാടെന്ന് അദ്ദേഹത്തിനോട് അടുക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താ ക്യാരക്ടർ അറിയത്തുള്ളൂ. ഇനിയിപ്പം അടുത്ത പ്രോജക്റ്റുകൾ ഏതൊക്കെ സിനിമയുണ്ടോ ഇനി അതോ ഈ സീരിയൽ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? സിനിമ വന്നാൽ ഞാൻ എന്തായാലും സിനിമ ചെയ്യും. സീരിയൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് എന്തെങ്കിലും സിനിമ വന്നാൽ ഞാൻ എന്തായാലും പോയി ചെയ്യും. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ ഭാവങ്ങളും. കാര്യം കുറച്ചു നേരം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. ബ്രേക്ക് ത്രൂവിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും ബ്രേക്ക് ത്രൂയുടെ ഇന്റർവ്യൂസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? അനീഷ് ഖാൻ. അപ്പോൾ ചേട്ടനായിരുന്നു എന്നെ ഇന്നലെ വിളിച്ചത്, കോൺടാക്ട് ചെയ്തത്. പിന്നെ അതേപോലെ പേരെന്താ? അജിൻ റോയ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പാവം അവര് ഭക്ഷണം പോലും കഴിക്കാണ്ടാണ് എന്റെ ഇന്റർവ്യൂ ഇവിടെ വന്ന് എടുക്കുന്നത്. അജിൻ. അപ്പം താങ്ക് യു സോ മച്ച് നിങ്ങളിവിടെ വന്നതിലും ഇന്റർവ്യൂ എടുത്തതിലും. സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സോറി, എന്റെ അത് പറയാൻ വിട്ടുപോയി. എന്റെ പേര് പാർവതി എന്നാണ്. സീരിയലിന്റെ വല്യേട്ടന്റെ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് പാർവതി എന്നാണ്. പാറു എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുക. ഞാനൊരു ഡോക്ടറാണ്. ഈ ലൊക്കേഷനിൽ എല്ലാവരും എന്നെ പാറു തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പേര് ഞാൻ മറന്നു, എല്ലാവരും പാറു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു വ്യത്യസ്തമായൊരു സീരിയലാണ്, എല്ലാവരും കാണുക. അടിപൊളി മേക്കിംഗ് ആണ്. അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ടും കാണും. ആ സീരിയൽ നല്ല ഹിറ്റ് ആവട്ടെ, റേറ്റിംഗ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.